എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ 2024 അപ്പോൾ ഏകദേശം ഫെബ്രുവരി മാസമായി. അപ്പോൾ കഴിഞ്ഞ കുറെ ഫലങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് 27 നക്ഷത്രങ്ങളുടെ ഫലങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ചില ഭക്തജനങ്ങൾക്ക്, അതായത് നമ്മുടെ ഈ 2024 കുറെ നല്ല ഫലങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഈ പറയുന്ന പോലെ ഈ നമ്മുടെ ജാതകത്തില് ചില ആൾക്കാർക്ക് അത് അനുഭവിക്കാനുള്ള യോഗങ്ങൾ വരുന്നില്ല. ഇപ്പം ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക ജ്യോത്സ്യന്മാരും പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഉയർച്ച ഉണ്ടാകും, ഇല്ലെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് എന്താണ് തൊഴിൽപരമായ വിജയങ്ങൾ ഉണ്ടാകും. എല്ലാ നക്ഷത്രക്കാർക്ക് ഒത്തിരി ഈ പറയുന്ന ഉന്നതമായ എന്താ പറയുക രാജാപരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് കൂടും, വീട് വെക്കാനുള്ള ഭാഗ്യം കൂടും, ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില ഭക്തജനങ്ങൾക്ക് അതൊന്നും ജാതകത്തിലുള്ള ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നില്ല, അല്ലെ? നമ്മൾ ഒത്തിരി അങ്ങനെ പ്രശ്നങ്ങളുള്ള ഭക്തജനങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എന്താന്ന് നമുക്കൊന്ന് പറഞ്ഞുതരാം. അത് എന്തുകൊണ്ടാണ് അത് അനുഭവിക്കാൻ പറ്റാത്തത്, ഇല്ലെങ്കിൽ ആ ഒരു നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ട് എപ്പോഴും ദുരിതങ്ങൾ അവരെ വന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ പല ജ്യോത്സ്യന്മാരും പല ആൾക്കാരും ആ നക്ഷത്രഫലം നല്ലതായിട്ട് പറഞ്ഞിട്ട് പോലും നമുക്ക് മോശ സമയം കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അപ്പൊ അതിനുള്ള ഒരു പരിഹാര മാർഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഭക്തജനങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ആദ്യം തന്നെ ഇപ്പൊ ഒരു രോഹിണി നക്ഷത്രമാണെന്ന് വിചാരിക്കുക. ആ രോഹിണി നക്ഷത്രത്തില് 2024 ഭയങ്കരമായിട്ടുള്ള നല്ല ഫലങ്ങളാണ് പറയുന്നത്. പക്ഷെ എന്നാൽ സാധാരണ ഒരു രോഹിണി നക്ഷത്രക്കാരൻ ഈ പറഞ്ഞ ഫലങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവൻ വിചാരിക്കുന്നത്, ഈ ജ്യോത്സ്യരാണെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ്സിൽ ഒത്തിരി തിരുമേനിമാര് പറയുന്ന രോഹിണി നക്ഷത്രം നല്ല, പക്ഷെ എനിക്ക് ഈ പറയുന്ന നല്ല ഫലങ്ങൾ, എന്റെ സമയം എപ്പോഴും മോശമാണ്, എനിക്ക് ഈശ്വരന് പോലും എന്നെ വേണ്ട, ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെടാനാണ് എന്റെ വിധി. അങ്ങനെ അനുഭവിക്കുന്ന ഒത്തിരി നൂറുകണക്കിന് ഭക്തജനങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ അവരെ കാണുന്നില്ല, അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അവര് ചെയ്യേണ്ട അവരുടെ പ്രശ്നം എന്താണ്, ഇല്ലെങ്കിൽ അവർ ആദ്യം തന്നെ ഒരു ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കണ്ട് നിങ്ങൾക്ക് ഏത് ദശയാണ് ആ ദശ അനുസരിച്ച് അതിനുള്ള ഒരു പരിഹാര മാർഗം ആദ്യമേ കണ്ടെത്തുക. അത് ഒന്നാമത്തെ ഒരു കാര്യം. നല്ല ഉത്തമനായ ഒരു ജ്യോതിഷനെ പോയി കണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്, അതായത് ശത്രുവിന്റെ ആഭിചാര ദോഷമാണോ, ഇല്ലെങ്കിൽ മാരണക്രിയകളാണ്, അങ്ങനെ ഏത് ദോഷമാണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നത്, ആ ഒരു ദോഷങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആദ്യം ഒന്ന് നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമുക്ക് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഈ ജാതകത്തിലെ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഒരു എന്ത് ചെയ്യണം, ഒരു വിളക്കെടുത്തിട്ട്, നെയ്വിളക്ക് എടുത്തിട്ട് അതിൽ 5 തിരിയിട്ട് വെക്കണം. 5 തിരിയിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു വലത്ത് വെക്കുക. ഗണപതിക്ക് വിളക്ക് വെച്ചിട്ട് ആ ഒരു എന്താ പറയുക നെയ്ത്തിരി കത്തിക്കണം. കത്തിച്ചിട്ട് വലത്ത് വെച്ചതിന് ശേഷം, കെട്ടുപോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, വലത്ത് വെച്ചതിന് ശേഷം ഗണപതിയുടെ നടയിൽ ചെന്നിട്ട് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ നെയ്വിളക്ക് നമ്മൾ ഗണപതിക്ക് വെക്കുന്നതിന്റെ ഉദ്ദേശം, ഭഗവാൻ ലോകപൂജിതനാണ്, എല്ലാ വിഘ്നത്തിന്റെ നാഥനാണ്. അപ്പം ഗണപതിക്ക് വെക്കുമ്പോൾ നമ്മുടെ, അതായത് ജാതകത്തിലുള്ള തടസ്സങ്ങൾ നീക്കി നമുക്ക് ഭാഗ്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ 5 തിരിയിട്ട് ഗണപതിക്ക് നെയ്വിളക്ക് വെക്കുന്നത്. അത് ഈ പറയുന്ന ഭക്തജനങ്ങളുടെ സൗകര്യം പോലെ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച ഏത് ദിവസം വേണമെങ്കിലും ഭക്തജനങ്ങൾക്ക് അതുപോലെ ചെയ്യാം. അപ്പൊ ആ ഒരു 5 തിരിയിട്ട് നമ്മൾ വലത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. അഥവാ നിങ്ങൾക്ക് ആ നെയ്ത്തിരി കൊണ്ട് വലത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇപ്പൊ ചിലവർക്കൊരു ധാരണ, ചിലപ്പോൾ എങ്ങാനും കെട്ടുപോകണം, എനിക്ക് വീണ്ടും കഷ്ടകാലമാകുന്ന ആ ഒരു വിശ്വാസം ഉണ്ടാകും. വലത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു 5 തിരിയിട്ട നെയ്വിളക്ക് ഭഗവാന്റെ നടക്കി നേരെ വെച്ച് പ്രാർത്ഥിക്കുക. തിരുമേനിയോട് പറയുക, ഇന്ന പോലെ നെയ്വിളക്ക് വെക്കാനുണ്ട്, 5 തിരിയിട്ട് വേണം. അപ്പൊ തിരുമേനി സമ്മതിക്കും. അതൊരു നമ്മുടെ ജാതകത്തിലെ തടസ്സങ്ങൾ മാറി നമുക്ക് ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു വഴിയാണ് ഞാനിത് പറഞ്ഞത്. വെറും നിസ്സാരമായ കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും അച്ഛനമ്മമാർക്ക് കുടുംബക്ഷേത്രം കാണും. ഈ കുടുംബക്ഷേത്രത്തിലെ കാവുകൾ കാണും. അപ്പോൾ നമ്മൾ ചില സാങ്കേതിക കാര്യത്തിൽ അവിടെ പോകാതൊക്കെ ഇരിക്കുക, ഇല്ലെങ്കിൽ കാവുകള് ഈ പറയുന്ന സർപ്പകോപങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ദോഷങ്ങൾ നമ്മുടെ ജാതകത്തിലെ നല്ല ഭാഗങ്ങളിൽ സർപ്പങ്ങൾ തടസ്സം ചെയ്ത് വെക്കും. അപ്പം അച്ഛൻ വഴിയോ അമ്മ വഴിയോ കുടുംബങ്ങളിൽ കാവുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അവിടെയുള്ള സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക. കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയുള്ള ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക. മാസം തുറക്കുന്ന അമ്പലമാണെങ്കിൽ അവിടെയുള്ള ദേവിയുടെ പ്രീതി നമുക്ക് വേണം. ഒപ്പം തന്നെ നമ്മുടെ വീടിന്റെ അടുത്ത് ദേശദേവത കാണും. അതേപോലെ നമ്മൾ വീടിന്റെ ഒക്കെ അടുത്ത് നമ്മുടെ പരിസരത്തൊക്കെ വെച്ചാരാധന നടത്തുന്ന കാവുകൾ കാണും. അവിടെയൊക്കെ പോയി ഒന്ന് ആയില്യം വരുന്ന സമയത്ത് എണ്ണ കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിത്യവും ചെയ്യുന്ന വിളക്ക് കത്തിക്കുന്ന കാവാണെങ്കിൽ അവിടെ എണ്ണ കൊണ്ട് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രാഹു കേതുക്കൾ പ്രീതിപ്പെടും. അപ്പം നമ്മുടെ ജാതകത്തിലെ രണ്ടാമത്തെ ആയിട്ടുള്ള തടസ്സങ്ങളൊക്കെയാണ് ഈ മാറ്റം വരുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ഭക്തജനങ്ങളെ പരിഹരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ കൂടും. ഒപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം കൂടെയാണ്, നമുക്ക് ഈ പറയുന്ന പോലെ എല്ലാ ക്ഷേത്രത്തിലും അരയാല് കാണും. അരയാലിന് ചുറ്റും 7 പ്രദക്ഷിണം വെക്കുമ്പോഴത്തേക്ക് നമ്മളിലുള്ള നെഗറ്റീവ് എനർജിയും
മാറി ഈ ജാതകത്തിലുള്ള ദോഷങ്ങൾ മാറി നമുക്ക് ഭാഗ്യങ്ങൾ തെളിയുന്നതാണ് അരയാല്. അത് ഭക്തജനങ്ങൾ ഓർമ്മയുണ്ടാകണം. ഒപ്പം തന്നെ ഭക്തജനങ്ങൾ ഏത് ഉപാസനാമൂർത്തി അല്ലെങ്കിൽ ഏത് ഈശ്വരനെയാണോ വിശ്വസിക്കുന്നത് ആ ഈശ്വരന്റെ അനുഗ്രഹത്തിലുള്ള പറയുന്ന അഷ്ടോത്തരങ്ങൾ ചെയ്യുക. ഉദാഹരണത്തിന് ഭക്തജനങ്ങൾ ശിവനെയാണോ ഇല്ലെങ്കിൽ ദേവിയാണോ ഭദ്രകാളിയാണോ അവരവരുടെ അഷ്ടോത്തരങ്ങൾ ചെയ്ത് ആ ഒരു ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജാതകത്തിലെ തടസ്സങ്ങൾ മാറി നമുക്ക് ഭാഗ്യങ്ങൾ ലഭിക്കുന്നതാണ്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഏത് ഈശ്വരനാണ് വിശ്വസിക്കുന്നത് ആ ഒരു ഈശ്വരന്റെ കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം തന്നെ ഈ ജാതകത്തിലെ നല്ല ഭാഗ്യങ്ങളൊക്കെ നമുക്ക് കൈക്കൊള്ളുവാനാണ്. അപ്പം നമ്മുടെ ജാതകത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ അച്ഛനമ്മമാര് വരെ കാവുകളുണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രീതിപ്പെടുത്തുക. ഒപ്പം ഉത്തമനായ കർമ്മിയെ കണ്ട് നമുക്ക് ഏത് വിധത്തിലാണോ ദോഷമുള്ള ആ ദോഷം മാറുക. പിന്നെ ചിലവർക്കുണ്ടോ എനിക്ക് അവര് ആഭിചാരം ചെയ്ത് ഇത് ചെയ്യുന്നൊക്കെ ഒരു പേടിയുണ്ട്. അങ്ങനെയുള്ളവർ ഏറ്റുമാനൂർ മഹാദേവന്റെ അടുത്ത് ഒരു തലക്കൊഴിഞ്ഞൊരു തേങ്ങ വെച്ച് പ്രാർത്ഥിക്കുക. ഏറ്റുമാനൂര് പോകാൻ പറ്റാത്ത ഭക്തജനങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി പടിഞ്ഞാട്ടിരിക്കുന്ന ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഒരു തേങ്ങ തലക്കൊഴിഞ്ഞ് നടക്കി വെക്കുക. അപ്പൊ ആഭിചാര ദോഷത്തിന് പരിഹാരമായി. പിന്നെ വേറൊരു കാര്യം, ചില ആൾക്കാർ പറയാനുണ്ട് എനിക്ക് ഈ നാലാം വേദത്തിലുള്ള ചെയ്യത്തുണ്ട് ഇല്ലെങ്കിൽ ജിന്നിനെ കൊണ്ട് ചെയ്യിച്ചത്, ഇതൊക്കെ മഹാദേവന്റെ മുമ്പിൽ തേങ്ങ ഒഴിഞ്ഞു വെക്കുമ്പോൾ മാറുന്നതാണ്. അപ്പം നമ്മുടെ ജാതകത്തിലെ വരുന്ന നല്ല ഭാഗങ്ങൾ നമുക്ക് ഇത്രയും വഴിപാടുകൾ ചെയ്യുമ്പോൾ കിട്ടും. ഇത് പരിഹാരം വന്നില്ലെങ്കിൽ ഭക്തജനങ്ങൾ കമന്റ് ചെയ്യണം ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം.